ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വത്തിക്കാൻ സിൽക്കിൻ്റെ ന്യൂ കളക്ഷനാണ്. ഇത് വരുന്നത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി കളറാണ് ഇത്. എനിക്ക് തോന്നുന്നു വീഡിയോയിലും കുറച്ചും കൂടെ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ കളറ്. ഇപ്പോഴത്തെ ഒരു മോഡൽ പ്രിൻ്റാണ്, ട്രെൻഡി ആയിട്ടുള്ള പ്രിൻ്റാണ്, വലിയ പ്രിൻ്റ്. അപ്പോൾ അങ്ങനെ വരുന്നു. കോഡ് സെറ്റിനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നല്ല കളറാണ്. ഇതാ വൺ ലെയർ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ വ്യൂ വരുന്നത്. ഇതിൻ്റെ ഫോയിൽ പ്രിൻ്റ് വരുന്നത് ഇങ്ങനെ അതിൻ്റെ ആ ഉള്ളിലാണ്. കണ്ടോ, ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ. ഇത് ഉൾവശമാണ്. സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിന് സെയിം ബോട്ടം ക്ലോത്ത് ആയിട്ട് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്ത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മുന്തിരി കളറ് തന്നെ ഇതാ ഇങ്ങനെ വരുന്നു. പ്ലെയിൻ കളറ് നമുക്ക് കറക്റ്റ് കളറങ്ങ് എടുത്ത് കാണിക്കില്ല കേട്ടോ. ഡാർക്ക് ഗ്രേപ്പ് കളർ തന്നെയാണ്, ടോപ്പിൻ്റെ അതേ കളറ് തന്നെയാണ് കേട്ടോ ബോട്ടത്തിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. 58 എന്ന് പറയുമ്പോൾ 59 എബവ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു വീതി വരുന്നത്. ശരിക്കും 60 ഇഞ്ചെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ വീതി വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് പറ്റിയ ക്ലോത്താണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ്. ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ. ഇതൊരു ക്രീമി കളറിലാണ് ഒരു ഫ്ലവർ വരുന്നത്. ഇത് ഉൾവശമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ആഷ് കളറ്, പിന്നെ ഉള്ളിൽ ഗോൾഡൻ ഫോയിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് കണ്ടോ, നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പ്രിൻ്റാണിത്. വലിയ ഫ്ലവേഴ്സ് എല്ലാവരും ചോദിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്ത് കേട്ടോ. ഇതാ നിഴലടിക്കുമൊന്നുമില്ല കേട്ടോ. നിഴലടിക്കുമെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. നിഴലടിക്കില്ല. പിന്നെ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഓവർലോക്കും കൂടെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം വ്യൂ വരുന്നത്. ഡാർക്ക് നേവി ബ്ലൂവിലാണ് വരുന്നത്. ചെറിയ കളർ ചേഞ്ചൊക്കെ വീഡിയോയിൽ വരും. ഇനി നിങ്ങൾക്ക് കളറ് കറക്റ്റ് അറിയണമെങ്കിൽ ഫോട്ടോ ചോദിച്ചാൽ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനി നമുക്ക് പ്ലെയിൻ ക്ലോത്ത് തന്നെയാണെങ്കിലും കോഡ് സെറ്റിന് എടുക്കാവുന്നതാണ്. ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ നല്ല ക്ലോത്താണ്. നീല ടോപ്പ് മാത്രമാണെങ്കിലും എങ്ങനെ വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പിങ്കാണ് കുറച്ച് ലൈറ്റാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നത് നല്ലൊരു പിങ്കാണ്. അത് ഓനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതിന് ബോട്ടം ക്ലോത്ത് ഇല്ല കേട്ടോ. ഇതൊരു ക്രീം കളറാണ് കേട്ടോ. ക്രീം കളറും ആ ഒരു ഗോൾഡൻ ഫോയിൽ ഇതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ആ ഫോയിൽ പ്രിൻറ്റും അതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, അതൊരു വര പോലെയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ പ്രിൻ്റാണ് കേട്ടോ. പിന്നെ ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ക്ലോത്താണ്. ഡിസ്ചാർജ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് വരുന്ന ക്ലോത്താണ്. ഇത് ഉൾവശമാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞ് വാഷ് ചെയ്ത് വരുന്ന ക്ലോത്താണ്. അപ്പോൾ ഇതിലുള്ള പൊടിയും അങ്ങനെ പൊടിയും കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാം പോവും. അപ്പോൾ ഇത് കളറൊന്നും ലീക്കാവില്ല. അങ്ങനെയുള്ള പ്രീമിയം ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലോത്തിന് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പരമാവധി അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എല്ലാ ക്ലോത്തും തരുന്നത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഒരു 3 ക്ലോത്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യുക. ഒരുപാട് ഓർഡേഴ്സ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണിത്.
ഈ കളറ് എന്ത് കളറാണെന്ന് പറയാൻ സത്യത്തിൽ അറിയില്ല. ഒരു പേസ്റ്റൽ ബ്ലൂ ആണിത്. നമുക്ക് അതായത് സ്കൈ ബ്ലൂവിൻ്റെ കൂടെ ഒരു ആഷും കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ വരും അതുപോലെയുള്ള ഒരു കളറാണ്. സെയിം കളറാണ് കേട്ടോ, വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്. റെയർ ആയിട്ടുള്ളൊരു കളർ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഞാൻ ഇത് ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ തന്നെ എനിക്ക് അത്യാവശ്യം ഓരോരുത്തർ ചോദിച്ചു, അങ്ങനെ ഓർഡർ പോയി. അപ്പോൾ അതുപോലെ നല്ലൊരു കളറാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നത്, ഇതിൻ്റെ ആ ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം കണ്ട പിങ്കിലും ഇതിലും ആ ഒരു പ്രിൻറ്റിൻ്റെ കളർ ഒരേപോലെയാണ് കേട്ടോ. ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത്. ശരിക്കും ചന്ദനക്കുറിയുടെയൊക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറാണത്. ചെറുതായിട്ട് നല്ല രസമാണ് കാണാൻ. നമ്മൾ നേരിട്ട് കാണാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം നല്ല ക്ലോത്താണ്. ഇനി ഇതിൻ്റെ ബോട്ടം ക്ലോത്ത് വരുന്നത് ഇതിന് കറക്റ്റ് മാച്ചിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിന് സെയിം വന്ന ബോട്ടമാണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ശരിക്കും ഈ ഒരു ക്ലോത്ത് നമുക്ക് ഡബിൾ ഷെയ്ഡ് തോന്നുന്ന ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മറ്റേ ഷെയ്ഡിൽ നമുക്ക് ആ അരികുവശം കണ്ടാലറിയാം, അതിൻ്റെ ആ അരികുവശത്ത് ആ നൂല് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഒരുമിച്ച് മടക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കറക്റ്റ് ക്ലോത്തേലുള്ള കളറല്ല, ആ ഒരു ഉള്ളിൽ വരുന്ന നൂലിൻ്റെ കളറാണത്. അപ്പം അങ്ങനെ കറക്റ്റ് പറയണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ വെറുതെ ക്ലോത്ത് കാണിച്ചു പോയ ക്ലോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലോത്ത് വിശദമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലോത്തേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ എന്നാലും കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു അതിൻ്റെ ടോപ്പും ബോട്ടവും കൂടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ ഒരു 4 ഡിസൈൻസാണ് ഇന്നത്തെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ക്ലോത്തിൽ 3 സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രം ബാലൻസ് ഉണ്ട് കേട്ടോ. അതൊരു 10-20 മീറ്ററോളം ബാലൻസ് ഉണ്ട്. അത്യാവശ്യം ഒരുപാട് പോയി, എന്നാലും അതുകൂടെ ഉണ്ട്. അപ്പോൾ ഇനി ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും കൂടെ വത്തിക്കാനിൽ നമ്മുടെ അടുത്തുണ്ട്. ഇന്നലെ വിശദമായിട്ടൊക്കെ കാണിച്ചതാണ്. ഇതതിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ സെയിം തന്നെയായിരുന്നു യെല്ലോ. അപ്പോൾ യെല്ലോയ്ക്ക് ഓർഡേഴ്സ് കുറേ കിടക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യും, റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ. പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ പ്ലെയിൻ ക്ലോത്ത് വേറെ വെറൈറ്റി കളേഴ്സൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ വിട്ട് വരുന്നത് 58 മുതൽ 60 ഇഞ്ച് വരെയാണ്. പ്ലെയിനിൻ്റെ റേറ്റ് 138, പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 178. അപ്പോൾ അതുപോലെ തന്നെ ഓർഡർ പെട്ടെന്ന് കൺഫേം ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചിലപ്പോൾ പിറ്റേന്നായിരിക്കും മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ ക്ലോത്ത് സ്റ്റോക്ക് ഔട്ട് ആവും, പറയാൻ പറ്റില്ല. ചില ക്ലോത്ത് പെട്ടെന്ന് റീച്ച് ആവണ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആവില്ല. അപ്പോൾ നമുക്കും ഒരു വിഷമമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.